5 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം അവൻ എന്ത് ജോലിയാ ചെയ്തേ? അത് ഞാൻ ശമ്പളത്തിൻ്റെ അഡ്വാൻസ് കൊടുത്തതാ. ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് അവൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ അച്ചായനെ അറിഞ്ഞിട്ടാണോ? തമ്പിയും പ്രശ്നമാകുമ്പോൾ എന്തെങ്കിലും അച്ഛൻ അറിയുമല്ലോ. അപ്പോൾ ബന്ധുക്കളോ? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ? എന്താന്ന് വെച്ചാൽ അച്ഛൻ ഈ ബന്ധുക്കളൊന്നും അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഈ പരാതി വന്ന ജോണി ചായനാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രു. പക്ഷെ മരിച്ചത് അറിയിക്കണ്ടേ? ഞാൻ എപ്പോൾ ജോണി ചായനെ ഫോൺ വിളിച്ചാലും എന്നെ തെറി പറയുക ചെയ്യുക. പിന്നെ ഈ മരിച്ച കാര്യം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ വേറെ കഥയുണ്ടാക്കും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ മാഡം ഇവിടെ വന്ന് ഓരോന്നൊക്കെ ചോദിക്കാം. ഇതൊരു മതിയായ കാരണമല്ലല്ലോ അവരെ വിളിക്കാതിരിക്കാൻ. എനിക്ക് പേടിയായതുകൊണ്ടാണ് മാഡം ഞാൻ വിളിക്കാതിരുന്നു. ശരി, അന്ന് സംഭവിച്ചതേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഇത് മരിച്ച ദിവസത്തെ അത് ഞാൻ പറഞ്ഞതല്ലായിരുന്നു മാഡം. ഇവിടെ പറ. അന്ന് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ചായൻ്റെ റൂമിൽ നിന്ന് ബസറിൻ്റെ സൗണ്ട് കേട്ടത്. അന്നേരം തന്നെ ഞാൻ താഴേക്ക് അന്നേരം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ്. ഡ്രസ്സ് മാറാനുള്ളൊരു സമയം എന്തായാലും എടുക്കുമല്ലോ. എന്നിട്ട് അപ്പോൾ ഞാൻ താഴേക്ക് വന്നപ്പോൾ അച്ചായനിങ്ങനെ ആകെ വേർത്ത് ഇങ്ങനെ വേർത്ത്. അപ്പം മരിച്ചിരുന്നോ? അല്ല, എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബില്ല് വന്നപ്പോഴാണ്. അപ്പൊ തൊട്ട് നോക്കിയില്ലേ? ഇല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ് മുഖം തുടച്ചു കൊടുത്തു മറന്നോ? മുഖം തുടച്ചു കൊടുത്തിരുന്നു, പക്ഷെ മരിച്ചു എന്ന് എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ മുഖം തുടച്ചു കൊടുത്തപ്പോ ആളുടെ വായിന്ന് നൊരയും പദം വന്നിരുന്നോ? ഇല്ല. മുഖം തുടച്ചു കൊടുത്തതിന് ശേഷോ? ഇല്ല. അപ്പോ ബൽത്താസർ എന്നാണോ പറയുന്നതായിരിക്കും അല്ലേ? അവനിതൊന്നുമല്ല പറഞ്ഞ്. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല മാഡം. ഓർമ്മയില്ല? ഈ അച്ചായൻ്റെ ബന്ധുക്കൾ വന്നപ്പോൾ എന്താ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? അതിപ്പം വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ അലങ്കോലായി കിടക്കുന്നിടത്ത് താമസിക്കണ്ടെന്ന് വിചാരിച്ച റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തു. ഇത്ര തിരക്കിട്ട് വീട് വൃത്തിയാക്കാൻ മാത്രം എന്തായിരുന്നു? ഈ 7-ൻ്റെ അന്ന് വീട് വെഞ്ചരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വീട് വൃത്തിയാക്കിയത്. അല്ലാതെ തെളിവ് നശിപ്പിക്കാനൊന്നും അല്ല മാഡം. തെളിവോ? എന്ത് തെളിവ്? എന്തൊക്കെ തെളിവാണ് നശിപ്പിച്ചത് നീ വ്യക്തമായിട്ട് പറഞ്ഞോ? നീയാണ് എല്ലാ തെളിവും നശിപ്പിച്ചത് മാഡം പറഞ്ഞിട്ടുണ്ട്. സാറേ, ഒരു മരിപ്പിന് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ല തന്നെ സാറേ, എല്ലാ മരണം പോലെയല്ല ഈ മരണം. നീ ഭക്ഷണം കൊടുത്ത് വന്നേരം മേള് തട്ടിപ്പോയി. നിന്റെ സുഹൃത്തിന് എന്താ പണിന്ന് പറഞ്ഞ്? സ്വർണ്ണപ്പണി. സ്വർണ്ണപ്പണിക്കാരനായ സുഹൃത്ത്. നീ അവൻ്റെ അടുത്താണ് സൈനൈഡ് വാങ്ങിയത്? അയ്യോ സാറേ, ഞാൻ വാങ്ങിയിട്ടില്ല സാറേ. അപ്പൊ അവനറിയാണ്ട് മോട്ടിക്കായിരുന്നു. സാറേ, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എടാ, നിന്നെ മോൻ കണ്ടറിയാൻ നീയെ കൊന്നേക്കണേന്നുള്ളത്. നീ നടന്നത് കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞ് നിന്നെ ഞാൻ കൈവെക്കത്തില്ല. അതല്ല, ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടാണ് നീ സമ്മതിക്കണമെങ്കിൽ. പുന്നാര മോനെ, ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല സാറേ. നിന്റെ ഇസ്രായേൽ പോക്കോടം വരെ? ആദ്യം ഒന്ന് ഡൽഹി വരെ പോകണം. അവിടെ ഒരു ചെറിയ കോഴ്സ് ഉണ്ട്, തീർത്താ പോവാം. നിന്റെ പോക്ക് നടക്കുമെന്ന് തോന്നാനുള്ള ബെൽത്താസറേ. ഇപ്പൊ നിന്നെ കസ്റ്റഡി എടുക്കുന്നില്ല. ഈ പരിസരത്തൊക്കെ തന്നെ കാണണം. നീ വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവണം. കേട്ടറാ? മാഡത്തിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോടോ? ഇല്ല സാർ, നടക്കുന്നു. നീ എപ്പോൾ എത്തിയായിരുന്നു? ഇപ്പോൾ അതേ ഉള്ളൂ. നിന്റെ ഫയൽ സർട്ടിഫിക്കറ്റിലൊക്കെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പോവാണോ? ചിജുമോളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. വലിയ വലിയ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പം എന്നാ കാര്യം? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടി. എന്തായാലും നമ്മൾ ജീവിതത്തെ പറ്റി പലതും ആലോചിച്ചിട്ടുണ്ട്. നീ ഇസ്രായേലിൽ പോകുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു, ടൗണിൻ്റെ അടുത്തൊരു വീട് വാങ്ങിക്കുന്നു. ഇതിനൊക്കെയുള്ള വഴി പറഞ്ഞാൽ എനിക്കറിയാം. പക്ഷെ ഒരു കൊലയാളെ രക്ഷിക്കാൻ
എനിക്കറിയില്ല. നീയും അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത്? പ്ലീസ് ബെല്ലേ, എന്നെ പാട്ടിന് വിട്ടേരെ. ജിജുമോളെ എടി. CAയോ? അവര് പേപ്പേഴ്സ് എല്ലാം കൊണ്ടുപോയിക്കോട്ടെ, അതിന് നമുക്കെന്താ പ്രശ്നം? പ്രശ്നമാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സെലേനയ്ക്ക് എന്നെ പണിയാവുന്ന 1-2 ക്ലോസുകൾ അതിൻ്റെ അകത്തുണ്ട്. ആ CA അതെടുത്ത് വെച്ച് കേസ് ഒന്ന് സ്ട്രോങ് ആക്കിയാൽ സ്വത്തുക്കളുടെ കൈമാറ്റം ഫ്രീസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അത് പൊളിക്കാൻ വലിയ പാടാണ്. അതെയോ? അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ വയ്ക്കില്ലേ? നാളെ CAയുടെ ഓഫീസിലെത്തിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അത് പ്രശ്നമാവില്ലേ? ആരുമില്ല നീ. സെലേന ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ മേലേമലയിലുള്ള എന്റെ ഫാം ഹൗസിലേക്ക് വാ. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാം. നീ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ വയ്ക്കില്ലേ, ഞാൻ വരാം. എന്നാ ശരി. ഞാൻ ആ തെളിവെല്ലാം നശിപ്പിച്ചെന്ന് നിങ്ങൾ പോലീസിനോട് പറഞ്ഞു. ഞാൻ എന്നെ തെളിവ് നശിപ്പിച്ചേ? അതൊക്കെ പോലീസുകാരുടെ ഓരോ അടവല്ലേ ബെൽ? ആരുടെ ഇടമാണെന്ന് ആർക്കറിയാം. ദേ, മര്യാദയ്ക്ക് എന്നെ ഇതിൽ നിന്ന് ഊരി തന്നോളാം. എന്നെ കൊണ്ട് ഒക്കാവുന്ന അത്രയും പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് എവിടുന്ന് കണ്ടിട്ടായാലും ഞാൻ കൊണ്ടുവരും. ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ബെല്ലിന് തന്നതല്ലേ? എന്നോ പൊന്നു പൂലോകമാണെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടെന്ന്. ഒന്നുകൂടെ ഞാൻ പറയുക, ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് ഊരി തന്നോളാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീങ്ങ വന്നേ, ഞാൻ പറയട്ടെ. എന്നതിന് ഞാൻ പറയുന്ന ഒന്ന് സമാധാനത്തോടെ കേക്ക്. വാ, വന്നിരിക്കെ. ഇരിക്കെ. ബെല്ലി ഈ വീട്ടിലേക്ക് വന്നു. എനിക്ക് നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരിഷ്ടം തോന്നി. തിരിച്ചെന്നോടും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത്. അല്ലാതെ വരുന്നവർക്ക് ഇങ്ങനെ കൂടെ കിടക്കാൻ അങ്ങനെ ഒരു കൊതിച്ചായിട്ട് ഞാനിവിടെ നിൽക്കാന്നാണോ ബെല്ല് കരുതിയത്? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ. അച്ഛനൊരു ഇത്തിരി സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു. അങ്ങനെ അല്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നെ കണ്ടപ്പോൾ ഓരോന്നൊക്കെ ആഗ്രഹിച്ചത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതും ചെയ്യുന്നതും. അന്ന് നീ ഇതെല്ലാം സമ്മതിച്ചതല്ലേ? സമ്മതിച്ചാ? എന്നിട്ടിപ്പോ എന്നായി? ഒരുമിച്ച് ജീവിക്കുമല്ലോ, ഒരുമിച്ച് ജയിലിലേക്ക് കെട്ടിയെടുക്കാൻ പോവല്ലേ? ആര് പറഞ്ഞു? ബെൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, ചുമ്മാ എന്റെ കൂടെ നിന്ന് തന്നാ മതി. നമ്മൾ ഇതിൽ നിന്ന് ഊരും. എങ്ങനെ? അതിന് നീ ഇതുവരെ പറഞ്ഞതുപോലുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഉറപ്പ്. എനിക്കിപ്പോ വേറെ വഴിയുള്ളേ? അതല്ല, എന്തൊക്കെ വഴിയുണ്ടെങ്കിലും നീ എന്നെ വിട്ട് പോവില്ല എന്നുള്ള ഉറപ്പ്. ശരി, ഈ കേസിൽ നിന്ന് നമ്മൾ ഊരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്. മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മരണം വരെ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട രഹസ്യമാണ്. അച്ഛൻ്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ മരണകാരണം സയനൈഡ് എന്നായിരിക്കും. ശരിക്കും സയനൈഡാണോ ഉപയോഗിച്ചത്? പക്ഷെ അത് തിരുത്താനുള്ള വഴിയാണല്ലോ നമ്മൾ നോക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് തിരുത്താൻ പറ്റുമോ? അതല്ലേ പറഞ്ഞത്, ബെൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മുഴുവൻ സ്വത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഞാനത് തിരുത്തും. എനിക്ക് ഏറ്റവും വലുത് നീയാണ് ബെൽ, പ്ലീസ്. കാശ് കൊടുത്തൊക്കെ ഇത് മാറ്റാൻ പറ്റുമോ? അതിനല്ലേ വക്കീലുള്ളത്. ആദ്യം ബെല്ലൊരു ഉറപ്പ് പറ. എന്നാൽ ഞാൻ പോയി വക്കീലിനെ കണ്ടിട്ട് വരാം. കേസിന്റെ കാര്യമൊക്കെ ആൾക്ക് വിടാം. എന്നിട്ട് നമ്മുടെ ജീവിതം ഫ്രഷ് ആയിട്ട് തുടങ്ങും. സമ്മതിച്ചു തന്നേക്കുന്നു. എന്ത്? എൻ്റെ ഈ ആത്മവിശ്വാസമേ